ഹായ് ഓൾ, കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 1 AEC കോഴ്സായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 1 ആണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 4 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, ഫോമൽ, ഇൻഫോമൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ് ഇംഗ്ലീഷ്, ബിസിനസ് കറസ്പോണ്ടൻസ്, ബിസിനസ് ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് വരെ എത്തി നിൽക്കുവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെറ്റർ ഓഫ് എൻക്വയറി മുതലാണ് നോക്കാൻ പോകുന്നത്. ബിസിനസ് ലെറ്റേഴ്സ് നമുക്ക് അത്രയധികം പ്രധാനപ്പെട്ടതാണ്. ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എൻക്വയറി ഉറപ്പായിട്ട് ഷുവർ ഷോട്ടാണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ നമുക്ക് ലെറ്റർ ഓഫ് എൻക്വയറി നോക്കാം. ഇതിൻ്റെ 2 ലെറ്റർ ആയാലും എഴുതേണ്ട ഒരു ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഫോർമാറ്റ് ബേസ് ചെയ്ത് തന്നെയാണ് ലെറ്റർ ഓഫ് എൻക്വയറിയും വരിക. സോ ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് എ ലെറ്റർ ഓഫ് എൻക്വയറി ഈസ് ഇറ്റ് ഈസ് എ formal business letter written to seek information, clarify details or request documentation about a product, service, project or policy. പറയുന്ന പോലെ തന്നെ ലെറ്റർ ഓഫ് എൻക്വയറി അഥവാ ഇൻക്വയറി, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അതെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ കിട്ടിയ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ക്ലിയർ അല്ല, അത് നമ്മൾ വീണ്ടും ചോദിക്കുന്നതായിട്ട് എഴുതാം. അല്ലെങ്കിൽ ടു റിക്വസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ, എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് വേണം, അത് കിട്ടുമോ തരുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അബൌട്ട് എ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാവാം, സർവീസിനെ പറ്റിയിട്ടാവാം, ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഓർ മേ ബി എനി പോളിസി. സോ ഏതൊരു കാര്യമാണെങ്കിലും ആ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് ലെറ്റർ ഓഫ് എൻക്വയറി. സോ ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ആർ ടു സോളിസിറ്റ് ഇൻഫർമേഷൻ ടു ഗ്യാദർ സ്പെസിഫിക് ഡീറ്റെയിൽഡ് ഡേറ്റ ദാറ്റ് ഈസ് നോട്ട് റെഡിലി അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻസ് ഓർ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്. നമുക്ക് പബ്ലിക്ലി അവൈലബിൾ അല്ലാത്ത ഒരു ഡേറ്റ വേണം നമ്മളൊരു കമ്പനിയിലേക്ക് ലെറ്റർ അയച്ച് ചോദിക്കാൻ. അല്ലാണ്ട് ഒരു പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ MRP എത്രയാണ്, എന്താണ് മാനുഫാക്ചറിങ് ഡേറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് ലെറ്റർ എഴുതി ചോദിക്കേണ്ടത്. ഒരിടത്തും അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണം. സോ ഇപ്പോൾ മേ ബി ഒരു 100 TV വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇവരുടെ ബ്രാഞ്ച് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് പരിപാടിയാണെങ്കിൽ ബ്രാഞ്ച് കൊല്ലത്തുണ്ടാവുമോ, കൊല്ലം വരെ വരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിരിക്കണം. സോ ടു സോളിസിറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ടു ഗ്യാദർ ഇൻഫർമേഷൻ വിച്ച് ഈസ് നോട്ട് അവൈലബിൾ ഇൻ എനി അതർ ഡൊമൈൻ. ടു ഇനിഷ്യേറ്റ് എ ബിസിനസ് റിലേഷൻഷിപ്പ്, it often serves as the first point of contact with a potential supplier, vendor or partner, setting the tone for future interactions. ഇനി ലെറ്റർ ഓഫ് എൻക്വയറി 2 പാർട്ടിക്കും എഴുതാം. ഒരു ക്ലയൻറ്റിന് ഒരു കമ്പനിയിലോട്ട് അയക്കാം. ഇപ്പോൾ എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ അങ്ങോട്ട് പോയി എനിക്ക് സമീപിക്കണം, അവർ ഇന്ന ദിവസം ഫ്രീ ആയിരിക്കുമോ, എനിക്കൊരു ഇവൻറ്റ് നടത്തി തരാൻ പറ്റുമോ എന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇനി ഓൾസോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർക്കും അവർക്ക് പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അന്വേഷിക്കാൻ പറ്റും. സോ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ കല്യാണമാണ് അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പാർട്ടി നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് ലെറ്റർ അയക്കാം. ഞങ്ങളിങ്ങനെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, നിങ്ങളുമായിട്ട് ചേർന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോഴേക്കും ഞങ്ങളെ വിളിക്കാമോ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ഡെഫിനറ്റ്ലി എ ചാൻസ് അവർക്ക് തന്നെ നമ്മൾ ആ പണി കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ആ ഒരു സർവീസ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ലെറ്റർ ഓഫ് എൻക്വയറീസ് നമ്മളെ സഹായിക്കും. Then to facilitate decision making, the information gathered is used for comparative analysis, feasibility studies or preparing reports and proposals. ഇനി ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, അതിന് വേണ്ടിയിട്ടും ചില ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് അയക്കാൻ പറ്റും. എന്തെങ്കിലും റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാവാം. ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീസിബിൾ ആണോ, ഈ ഒരു എമൗണ്ടിന് നമ്മുടെ കയ്യിൽ 50,000 രൂപയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബഡ്ജറ്റിൽ ആർക്കായിരിക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്നത് നമ്മൾ അന്വേഷിക്കുമല്ലോ. സോ നമ്മൾ ഈ അന്വേഷിക്കുന്നത് തന്നെയാണ് ലെറ്റർ വഴി എഴുതി അന്വേഷിക്കുന്നതിനാണ് ലെറ്റർ ഓഫ് എൻക്വയറീസ് എന്ന് പറയുക. ദെൻ ടു ക്രിയേറ്റ് എ ഫോർമൽ റെക്കോർഡ്, അൺലൈക്ക് എ വെർബൽ എൻക്വയറി, a letter provides a documented trail for the request which can be referenced later. ഇനി ഇതൊരു നമുക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റും. നമ്മൾ അവരോട് കാര്യം അന്വേഷിച്ചു, സോ നമ്മളടുത്ത് ബിഡ് ചെയ്തൊരു എമൗണ്ട് പിന്നീട് മാറ്റി പറയുമ്പോഴേക്കും നമുക്കിത് കാണിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു എമൗണ്ടിന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണിക്കാൻ പറ്റും. സോ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ടു ദ പോയിൻറ്റ്.
ഇനി ഓർക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ ഓഫ് ഇൻക്വയറി എഴുതുന്നത്. അതിൽ തന്നെ ക്ലാരിറ്റി ഇല്ലാണ്ട് പോകാൻ പാടില്ല. ഓക്കെ, ഇത്രയും ഇൻഡെപ്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡേറ്റയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീൻവുഡ് ഹൈ സ്കൂൾ ഇസ് പ്ലാനിംഗ് ടു പർച്ചേസ് 100 ലാപ്ടോപ്സ് ഫോർ ഇറ്റ്സ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പ്യൂട്ടർ ലാബ് ടു സപ്പോർട്ട് ഡിജിറ്റൽ ലേണിംഗ് ഫോർ ഇറ്റ്സ് സ്റ്റുഡൻസ്. The school administration wants to inquire about the availability, specifications and educational discounts for a bulk purchase from Tech Solutions Incorporate. Draft a letter of inquiry from the school principal to the sales manager of Tech Solutions Inc. സോ ഈ ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ആ ലാസ്റ്റ് സെൻറ്റൻസ് ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് ഇത് മാത്രമായിരിക്കും നമ്മുടെ എക്സാമിന് വരിക. ഇത്രയും ബ്രീഫല്ല. ഇപ്പോൾ ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് എൻക്വയറി ഫ്രം ദി സ്കൂൾ പ്രിൻസിപ്പൽ ടു ദി സെയിൽസ് മാനേജർ ഓഫ് ടെക് സൊല്യൂഷൻസ് എൻക്വയറിംഗ് അബൌട്ട് ദി ഡിസ്കൗണ്ട്സസ് വിച്ച് വിൽ ബി അപ്ലൈഡിങ് ഫോർ 100 ലാപ്ടോപ്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മാത്രമായിരിക്കും വരിക. ഒറ്റ സെൻറ്റൻസിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ബാക്കി ഡീറ്റെയിൽസും സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളാണ് ആഡ് ചെയ്ത് എക്സാമിന് കൊടുക്കേണ്ടി വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ മോഡലിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. ആദ്യം സ്കൂളിൽ നിന്നാണല്ലോ ലെറ്റർ അയക്കുന്നത്. സോ സ്കൂളിൻ്റെ ലെറ്റർ ഹെഡ് വെച്ചിട്ടാണ് എൻക്വയറി പോകുന്നതെങ്കിൽ ലെറ്റർ ഹെഡ് 24 എഡ്യൂക്കേഷൻ റോഡ് നോളജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്രസ്സിനോടൊപ്പം നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുക്കാൻ പറ്റും. ദെൻ ഡേറ്റ് മസ്റ്റാണ്. ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ ഉടനെ ഡേറ്റ്. ദെൻ ടു അഡ്രസ്. സബ്ജക്റ്റ് എൻക്വയറി ഫോർ ബൾക്ക് പർച്ചേസ് ഓഫ് 100 ലാപ്ടോപ്സ് ഫോർ എഡ്യൂക്കേഷണൽ യൂസ്. സോ അത് അവിടെ തന്നെ സ്പെസിഫൈ ചെയ്യുക. നമ്മുടെ ഈ 100 ലാപ്ടോപ്പ് എന്നുള്ളതാണ് സെല്ലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടാണ് അവർ നമുക്ക് റിപ്ലൈ തരേണ്ടത്. ദെൻ ഡിയർ സല്യൂട്ടേഷൻ കൊടുക്കും. ഡിയർ മാഡം, we are writing to you on behalf of Greenwood High School regarding our initiative to equip our new computer lab. We are impressed with the range of educational technology solutions offered by Tech Solutions and are interested in purchasing approximately 100 laptops for our secondary school students. കാര്യം പറഞ്ഞു. എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്? ആരുടെ ബിഹാഫിലാണ്? To help us make a formal procurement proposal, we would be grateful if you could provide us with the following details. സോ അടുത്താണ് നമ്മൾ പറയാൻ നമുക്ക് ഒരു ഡീൽ നിങ്ങളുമായിട്ട് ഉറപ്പിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ടെൻഡർ തരാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. Product recommendation and quotation. A detailed quotation for 100 units of laptop models suitable for secondary school students. Focusing on durability, battery life and performance for standard educational software. സോ നിങ്ങൾ ഇത്രയും വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഒരു താഴെ പറഞ്ഞ വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ദി ഫോളോയിങ് തിങ്സ് എന്നൊരു സെൻറ്റൻസ് കൊടുക്കുക. പോയിന്റ് 1 എന്ന നമ്പർ ഇട്ട ഉടനെ റെക്കമെൻഡേഷൻ ഫോർ ദി കമ്പ്യൂട്ടർ മതി, കഴിഞ്ഞു, അത്രയും മതി. അല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒറ്റ മണിക്കൂറത്തെ പരീക്ഷയാണ്. സോ നമ്മൾ ഒരു ലെറ്റർ തന്നെ അങ്ങോട്ട് ഇരുന്ന് എഴുതി ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എഴുതി വരുമ്പോഴേക്കും അതിന് തന്നെ ഒരു 10-20 മിനിറ്റ് പോകും. അത്രയും മിനിറ്റ് നമ്മുടെ കയ്യിൽ കളയാനില്ല. സോ കുഞ്ഞു ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ദെൻ ടു സ്പെസിഫിക്കേഷൻസ്. ദി കംപ്ലീറ്റ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഫോർ ദി റെക്കമെൻഡഡ് മോഡൽ. ഇനി എന്തൊക്കെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ് ഇതിനുള്ളത്, ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിനുള്ളത്. ദെൻ പ്രൈസിങ് ആൻഡ് ഡിസ്കൗണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ ബൾക്ക് ഓർഡർ ഇൻക്ലൂഡിങ് എനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓർ വോളിയം ഡിസ്കൗണ്ട്സ് അവൈലബിൾ. ഇനി എന്താണിത് പോകുന്ന റേറ്റ് എന്താണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും 100 ലാപ്ടോപ്സ് ഒരുമിച്ച് എടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഡെലിവറി ആൻഡ് വാറണ്ടി. ഡെലിവറി എങ്ങനെയാണ്, വാറണ്ടി, ഈ ഒരു 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് അറിയേണ്ടത്. സോ ഈ വികസിപ്പിച്ച് എഴുതാണ്ട് ബ്രോഡായിട്ട് എഴുതാണ്ട് 4 പോയിൻറ്റ്സ് എഴുതിയിട്ട് അത് മാത്രം മതിയാവും. ദെൻ ഇനിയാണ് നമ്മുടെ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. വി ആർ എയിമിംഗ് ടു ഫൈനലൈസ് ദി procurement by the end of November 2024. Your prompt response will be highly appreciated as it is crucial for our planning. സോ എന്നത്തെ ഡേറ്റിന് മുന്നേ ആണ് ഇവരുടെ ഒരു റിപ്ലൈ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം അന്വേഷിച്ചിട്ട് പിന്നെ ആ വഴിക്ക് വിടുകയല്ലോ, നമുക്കതിൽ നിന്നൊരു മറുപടി വേണ്ടേ. സോ ആ മറുപടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് കൂടി കൊടുത്തേക്കാം. Thank you for your time and consideration. We look forward to your detailed proposal and hope to establish a fruitful partnership with your company. സോ ഈ ഒരു ലാസ്റ്റ് 2 സെൻറ്റൻസ് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് അതുപോലെ തന്നെ എഴുതി വെക്കാവുന്നതാണ്. ഏത് ലെറ്റർ എഴുതി കഴിഞ്ഞാലും, ലെറ്റർ കംപ്ലയിൻറ്റ് ലെറ്റർ ആവട്ടെ എൻക്വയറി ലെറ്റർ ആവട്ടെ, ഈ 2 സെൻറ്റൻസ് കാണാതെ പഠിച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എക്സാമിന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ക്ലോസിംഗ് ലെറ്റർ, ഇപ്പോൾ കംപ്ലയിൻറ്റ് എഴുതി കഴിഞ്ഞാലും നമ്മൾ അവരുമായിട്ട് അടിച്ചു പിരിയണം എന്നുള്ളതല്ലല്ലോ ഉദ്ദേശം. സോ ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും.
Then yours faithfully, signature and name. നെയിം, ഡെസിഗ്നേഷൻ, സ്കൂളിൻ്റെ അതോറിറ്റി ആണെന്നുള്ളതും വെച്ചിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമുക്ക് നോക്കാനുള്ള ലെറ്റേഴ്സ്. 2 ലെറ്റേഴ്സാണ് സ്പെസിഫൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് 2 നമ്മൾ കവർ ചെയ്തു. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വഴിയാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത് നോക്കാം. 1. ഇമെയിൽസ്. So email is a primary channel for both internal and external electronic communication. Its purpose are versatile to inform, request, persuade, document and maintain relationships. So എല്ലാ ഡോക്യുമെൻറ്റ്സിനും ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെയൊക്കെ പർപ്പസുകൾ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ കുഞ്ഞായിട്ട് വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിലിംഗ് അഥവാ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തോട്ട്, ക്ലയൻസിനാവട്ടെ ഇൻവെസ്റ്റേഴ്സിനാവട്ടെ ആർക്ക് വേണമെങ്കിലും ഇമെയിൽ അയക്കാം. അതുപോലെ തന്നെ ഇൻറ്റേർണലിയും ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പരസ്പരവും നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും. മാനേജറിന് സെയിൽസ് അസിസ്റ്റൻറ്റിനോടും സെയിൽസ് അസിസ്റ്റൻറ്റിന് ക്ലർക്കിനോട്, ഇങ്ങനെ ആരോട് വേണമെങ്കിലും ഇമെയിൽ അയക്കാൻ പറ്റും. പ്രധാന ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയിക്കുക, ടു ഇൻഫോം, റിക്വസ്റ്റ് ചെയ്യാൻ, പേഴ്സുവേഡ് ചെയ്യാൻ അഥവാ കൺവിൻസ് ചെയ്യാൻ, പിന്നെ ഡോക്യുമെൻ്റായിട്ട് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്, ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്സ്, ഇൻഫോർമലായിട്ട് വേണമെങ്കിലും റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാൻ പറ്റും. ഇനി വൈൽ റൈറ്റിംഗ് ഇമെയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ടോൺ ആൻഡ് രജിസ്റ്റർ ക്യാൻ റേഞ്ച് ഫ്രം ഫോർമൽ എക്സ്റ്റേണൽ ക്ലയൻസ് ടു സെമി ഫോർമൽ ഇന്റേണൽ കൊളീഗ്സ്. ദി ടോൺ മസ്റ്റ് അഡാപ്റ്റ് ടു ദ ഓഡിയൻസ് ആൻഡ് പർപ്പസ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പൊട്ടൻഷ്യൽ ബയർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററിൻ്റെ കൂടെയാണ് നമ്മൾ ഇമെയിൽ എഴുതുന്നതെങ്കിൽ ടോൺ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഫോർമലായിട്ട് വേണം അവരോട് സംസാരിക്കാൻ. ആൻഡ് ഇനി ഒരു കൊളീഗ്, കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരു കാര്യം, ഒരു ഫയൽ അയക്കാവോ എന്ന് ചോദിക്കുന്നതാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെമി ഫോർമൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻറ്റേർണൽ. നമുക്ക് നല്ലോണം അറിയുന്ന ഒരാളുടെ അടുത്ത് ആയതുകൊണ്ട് അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഭയങ്കര ഫോർമാലിറ്റി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. സോ ഇമെയിൽസ് നമുക്ക് 2 രീതിയിലും എഴുതാൻ പറ്റും, ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും. ദെൻ കോൺഷ്യസ്നെസ്. റീഡേഴ്സ് ഓഫൻ സ്കിം ഇമെയിൽസ്. ദി മെസ്സേജ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്കാനബിൾ. സോ സ്കിമ്മിങ് സ്കാനിങ് ഒക്കെ നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എപ്പോഴും ഇമെയിൽ എഴുതുമ്പോൾ അത് കൺസൈസ് ആയിരിക്കണം, വളരെ ചുരുക്കി വേണം എഴുതാൻ. ആരും കുത്തിയിരുന്ന് ഇമെയിൽ ഫുള്ള് വായിക്കില്ല. സോ വളരെ എളുപ്പം സ്കാനബിൾ ആയിരിക്കണം, പെട്ടെന്ന് കണ്ട ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ പെർമനൻസ് ആൻഡ് ഫോർവേഡബിലിറ്റി. ഇമെയിൽസ് ക്രിയേറ്റ് എ പെർമനൻറ്റ് റെക്കോർഡ് ആൻഡ് ക്യാൻ ബി ഈസിലി ഫോർവേഡഡ്. സോ കണ്ടന്റ് മസ്റ്റ് ബി പ്രൊഫഷണൽ ആൻഡ് കൺസിഡേർഡ്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു ലെറ്റർ ആണെങ്കിൽ നമുക്ക് കീറിക്കളയാൻ പറ്റും, പക്ഷെ ഒരു ഇമെയിൽ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബോധ്യം നമുക്ക് നല്ലപോലെ ഉണ്ടാവണം. എനിക്കൊരാൾ അയക്കുന്ന മെയിൽ എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. സോ വളരെ പ്രൊഫഷണൽ ആയിരിക്കണം ഞാനൊരു കാര്യം മെയിൽ ചെയ്ത് മറ്റൊരാൾക്കത് കിട്ടുമ്പോഴേക്കും. ദെൻ ഈ ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്കൊരു ലെറ്റർ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇമെയിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, പക്ഷേ 2 ലെറ്ററിൻ്റെ ഫോർമാറ്റ്സ് കൃത്യമായിട്ട് പഠിക്കും. സബ്ജക്റ്റ് ലൈൻ മസ്റ്റ് ബി ക്ലിയർ, സ്പെസിഫിക് ആൻഡ് ആക്ഷനബിൾ. സോ സബ്ജക്റ്റ് ഇപ്പം എല്ലാവരുടെ മൊബൈലിലും ഇമെയിൽ ഉണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്പെസിഫിക് ആൻഡ് ആക്ഷനബിൾ, കാണുന്ന ഒരാളിന് എന്തോ ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധനമാണ്, എന്ത് ആക്ഷനാണ് അതിൽ എടുക്കേണ്ടത് എന്നുള്ളത് ഉണ്ടാവണം. സോ ഇൻസ്റ്റെഡ് ഓഫ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്നൊക്കെയുള്ള ഒറ്റ വേർഡ്സ് ഇടുന്നതിന് പകരം എന്തിൻ്റെ റിപ്പോർട്ടെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ബിക്കോസ് ഒരു മാനേജറിന് ഒരേ സമയത്ത് 3-4 പ്രോജക്ട്സ് നടക്കുന്നുണ്ടാവും. ഇതിൽ ഏത് പ്രോജക്റ്റാണിതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ പ്രോജക്റ്റ് ആൽഫ, ആ പ്രോജക്റ്റിൻ്റെ പേര് Q4 റിപ്പോർട്ട് ഫോർ റിവ്യൂ, അതിൻ്റെ റിപ്പോർട്ട് ഞാൻ റിവ്യൂവിന് അയക്കുകയാണെന്നുള്ളത് സബ്ജക്റ്റിൽ കൃത്യമായിട്ടുണ്ടാവണം. അല്ലാണ്ട് ജസ്റ്റ് റിപ്പോർട്ട്, പ്രോജക്റ്റ് അങ്ങനെയൊന്നും അയക്കാൻ പാടില്ല. ദെൻ സല്യൂട്ടേഷൻ. ഇറ്റ് ക്യാൻ ബി ഡിയർ മിസ്റ്റർ ലീ, ഫോർമൽ ടു ഹൈ ടീം, ഇൻഫോർമൽ. സോ ഇമെയിൽ എഴുതുന്ന സമയത്ത് നമ്മളെപ്പോഴും റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതണം എന്ന് നിർബന്ധമില്ല. ഇൻറ്റേർണലി അയക്കുന്നൊരു മെയിലാണെങ്കിൽ ഡിയർ എന്നുള്ള സല്യൂട്ടേഷൻ വെക്കാം. അത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് തന്നെ കണക്കാക്കും. ഇനി ഒരു ടീമിന് നമുക്ക് ഒരേ മെയിൽ ഒരേ സമയത്ത് ഒരു 3-4 പേരിലോട്ട് അയക്കാൻ പറ്റും. ഒരു ടീമിന് തന്നെ അയക്കാൻ പറ്റും. സോ ഹൈ ടീം എന്നും ഇൻഫോർമലായിട്ടും അയക്കാൻ പറ്റും. ദെൻ വിൽ ബി ഹാവിങ് ബോഡി ഓപ്പണിംഗ്, സ്റ്റേറ്റ് ദി പർപ്പസ് ഇമ്മീഡിയറ്റ്ലി. കത്ത് എഴുതുന്ന പോലെ നമുക്ക് കുറേ സമയം ഇരുന്ന് എഴുതി അവിടെ അയക്കാൻ പറ്റില്ല. സോ ഓപ്പണിങ്ങിൽ തന്നെ എന്താണ് പേർപ്പസ്, നമ്മൾ എന്തിനാണ് ഈ മെയിൽ അയക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുക. ദെൻ
മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ്, ഡീറ്റെയിൽസ് ആൻഡ് എവിഡൻസ്, യൂസ് ഷോർട്ട് പാരഗ്രാഫ്സ് ആൻഡ് ബുള്ളറ്റിൻ പോയിന്റ്സ് ഫോർ റീഡബിലിറ്റി. വളരെ പെട്ടെന്ന് തന്നെ ചുരുക്കി അടുത്ത കാര്യവും പറയാം. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മുടെ ബുള്ളറ്റിൻ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക റീഡബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. Then in closing, state the specific call to action. Example, please send your feedback by Friday. So closing എൻഡിൽ നമ്മൾ ഈ ഇമെയിൽ വായിക്കുന്ന ആൾ എന്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുക. പ്ലീസ് സെൻഡ് യുവർ ഫീഡ്ബാക്ക് ബൈ ഫ്രൈഡേ, അല്ലെങ്കിൽ കോൾ us ബൈ ഫ്രൈഡേ, ഗിവ് റിപ്ലൈ ബൈ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ എന്നാണ് ഒരു ഡേറ്റ്. അതിന് മുന്നേ നമുക്ക് ഇതിനുള്ള മറുപടി കിട്ടണം എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യുക. ക്ലോസിംഗ് ലൈൻ എന്ന് പറയുന്നത് ബെസ്റ്റ് റിഗാർഡ്സ്, സിൻസിയർലി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്പിടുന്നൊരു സംഭവം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പേര്, ടൈറ്റില്, കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണം. ഇനി ഒരു മോഡൽ നോക്കാം. ഇത് വളരെ ചെറിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടു അവിടെ കിടക്കുന്നുണ്ട് സോറി. team@company.com. ഇതൊരു ഇൻറ്റേർണൽ മെയിലാണ്, ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ അയക്കുന്നതാണ്. സബ്ജക്റ്റ് അപ്ഡേറ്റ് ഓൺ പ്രോജക്റ്റ് എക്സ്. ഹായ് ടീം, ക്വിക്ക് അപ്ഡേറ്റ് ദാറ്റ് ദി പ്രോജക്റ്റ് എക്സ് റിപ്പോർട്ട് ഈസ് കംപ്ലീറ്റ് ആൻഡ് അറ്റാച്ച്ഡ് ഫോർ യുവർ റിവ്യൂ. പ്ലീസ് സെൻഡ് ഫീഡ്ബാക്ക് ബൈ ഫ്രൈഡേ. താങ്ക്സ്. പേരിട്ടു. ഇത് വളരെ ചെറിയൊരു മെയിലാണ്. ഇനി ഇതിൽ തന്നെ ചിലപ്പം മെയിൽ ഓഫ് എൻക്വയറി, മെയിൽ ഓഫ് കംപ്ലയിൻ്റ് ഒക്കെ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ വന്നിട്ട് സബ്ജക്റ്റും ടൂവും വന്നതിന് ശേഷം നമ്മുടെ ലെറ്ററിനുണ്ടായിരുന്നില്ല ഒരു ബോഡി, ആ സെയിം ബോഡി നമുക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അത്രയുള്ള ഇമെയിൽസ്. രണ്ടാമത്തെ സെറ്റാണ് മെമ്മോസ് അഥവാ മെമ്മറൻഡംസ്. സോ മെമ്മോ വന്നു, അഡ്മിറ്റ് മെമ്മോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ എ മെമ്മോ ഈസ് യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ടു അനൗൺസ്, ഇൻഫോം ഓർ റിപ്പോർട്ട് ആൻ ഒഫീഷ്യൽ മാറ്റേഴ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പരസ്പരം അറിയിക്കുന്നതിനാണ് മെമ്മോസ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നതിനാവാം, ഇൻഫോം ചെയ്യുന്നതിനാവാം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് മെമ്മോസ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ലെസ് ഫോർമൽ ദാൻ എ ലെറ്റർ ബട്ട് മോർ സ്ട്രക്ചേർഡ് ദാൻ എൻ ഇമെയിൽ ഫോർ ഇൻറ്റേർണൽ പോളിസി മാറ്റേഴ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ അത്രയും ഫോർമൽ അല്ല, എന്നാൽ ഇമെയിലിൻ്റെ അത്രയും ഇൻഫോർമലും അല്ല, അല്ലെങ്കിൽ ഇമെയിലിനെക്കാളും സ്ട്രക്ചേർഡുമാണ് മെമ്മോ. ഇനി മെമ്മോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരിക്കലും കമ്പനിക്ക് പുറത്തുള്ള ഒരാളുടെ മെമ്മോ അയക്കത്തില്ല. കമ്പനിക്കുള്ളിൽ മാത്രമാണ് മെമ്മോസ് അയക്കാൻ പറ്റുക. ഓൾവേസ് റിട്ടൺ ഫോർ കൊളീഗ്സ് വിത്തിൻ ദി സെയിം ഓർഗനൈസേഷൻ. ഒരേ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മെമ്മോസ് എഴുതപ്പെട്ടിട്ടുണ്ടാവുക. ദെൻ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഡയറക്ട്നെസ്. ഫോക്കസ് ഓൺ ഫാക്ട്സ് ആൻഡ് ഡിസിഷൻസ്, നോട്ട് പെർsuasion. മെമ്മോ ഒരിക്കലും അയക്കുന്നത് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കാര്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ആരെയും കൺവിൻസ് ചെയ്യാനൊന്നും അല്ല. ദെൻ സബ്ജക്റ്റ് സ്പെസിഫിക്, അഡ്രസ്സസ് വൺ പ്രൈമറി ടോപ്പിക്. ഒരു സമയത്ത് ഒരു കാര്യം മാത്രമായിരിക്കും മെമ്മോയിലൂടെ അറിയിക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ടു റെസിപ്പിയൻറ്റ്, നെയിം ആൻഡ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്, പേര്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. ദെൻ ഫ്രം സെൻഡേഴ്സ് നെയിം ആൻഡ് ടൈറ്റിൽ, ആരാണ് അയക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത് വരിക. സോ മെമ്മോയും നമ്മുടെ ടിപ്പിക്കൽ ലെറ്ററും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതാണ്. നമ്മൾ ലെറ്ററിൽ ആദ്യം ആരയക്കുന്നു എന്നുള്ളത് ടൈപ്പ് ചെയ്യും, പക്ഷേ ഇതിൽ തിരിച്ചാണ്. മെമ്മോ ആർക്കാണ്, ദെൻ ആരാണ് അയക്കുന്നത്, ഡേറ്റ്, സബ്ജക്റ്റ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് വളരെ ചുരുക്കി അവിടെ കൊടുക്കുക. ദെൻ ബോഡിക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ആദ്യം ഇൻട്രൊഡക്ഷൻ, എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നു എന്നുള്ളതൊന്ന് മെയിൻ പോയിൻ്റ് അവിടെ, പർപ്പസും അവിടെ സ്റ്റേറ്റ് ചെയ്യുക. പിന്നെ പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ട് ഓർ സപ്പോർട്ടിംഗ് ഡേറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. പിന്നെ അതിൻ്റെ കൺക്ലൂഷനും, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ടു ഓൾ സ്റ്റാഫ് ഫ്രം HR ഡിപ്പാർട്ട്മെൻറ്റ്. ഡേറ്റോടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ന്യൂ ഹോളിഡേ ഷെഡ്യൂൾ. This memo announces the 2025 company holiday schedule now available on the website. So ആ ഒരു കോൾ ഫോർ ആക്ഷൻ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യണം, എല്ലാവരും പോയി വെബ്സൈറ്റിൽ ആ ഒരു ലീവിൻ്റെ ഡീറ്റെയിൽസ്, ഹോളിഡേ ഡീറ്റെയിൽസ് നോക്കണം. ഇത്രയേ ഉള്ളൂ. മെമ്മോസ് എപ്പോഴും വളരെ ചുരുക്കിയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. Then third one is agenda. Definition and purpose. An agenda is a structured list of topics to be discussed in a meeting. Its primary purpose is to ensure a productive and focused meeting by setting clear expectations for participants. സോ അജണ്ട എന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടണം,
എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചറാണ് അജണ്ട എന്ന് പറയുന്നത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മീറ്റിങ്സിൽ പങ്കെടുത്തിട്ടുണ്ടാകും. സോ ഇപ്പം എന്താ, ആദ്യം പ്രെയർ, അത് കഴിഞ്ഞിട്ട് ആര് സംസാരിക്കുന്നു, എന്തിനെ പറ്റി സംസാരിക്കുന്നു, എന്തൊക്കെയാണെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇങ്ങനെ ആദ്യം തന്നെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതിനെയാണ് അജണ്ട എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൂൾ ഫോർ എഫിഷ്യൻസി, പ്രിവെൻറ്റ്സ് ഡീവിയേഷൻ ഫ്രം കീ ടോപ്പിക്സ്. പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നും ഒന്നും വ്യതിചലിച്ച് പോകുന്നില്ല, എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും സംസാരിക്കപ്പെട്ടു എന്നുള്ളത് ഉറപ്പുവരുത്താനും നമ്മുടെ അജണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്യും. Then we have participant preparation, allows attendees to prepare, contributing to higher quality discussion. സോ അജണ്ട ആദ്യമേ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും അവരുടെ തോട്ടോ ഒപ്പീനിയൻസും ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് വരാൻ പറ്റും. സോ ഇപ്പോൾ ഇന്ന് അജണ്ട ഇടുന്നുണ്ട്, നാളെ നമ്മുടെ കോളേജിലെ എന്തെങ്കിലും ഒരു കാര്യം, എല്ലാ കുട്ടികളും നമ്മുടെ കോളേജിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഒരു കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്, അതിനെ പറ്റിയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അജണ്ട കുടിവെള്ള പ്രശ്നം എന്ന് കാണുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് വരാൻ പറ്റും, അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു ലക്ഷ്യമാണ്. ദെൻ ടൈം മാനേജ്മെൻറ്റ്, അലോക്കേറ്റ് സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് ടു ഈച്ച് ഐറ്റം. ഒരു ടൈം ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, ഇങ്ങനെ ടൈം സ്ലോട്ട് കൊടുത്ത് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റും. ദെൻ അജണ്ടയുടെ സ്ട്രക്ചർ വരുന്നത് ആദ്യം മീറ്റിങ്ങിൻ്റെ ടൈറ്റിലും പർപ്പസും, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, ഏതെങ്കിലും ഒരു സ്ഥലത്താണോ അഥവാ ഇനി ഏതെങ്കിലും വിർച്വൽ പ്ലാറ്റ്ഫോം, ഗൂഗിൾ മീറ്റ്, അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത്, പിന്നെ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ അവിടെ ഉണ്ടാവേണ്ടത്, ആൻഡ് അപ്പോളജീസ്, ആരെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. എത്താൻ പറ്റാത്തവരോട് അല്ലെങ്കിൽ ഒരു അപ്പോളജി കൂടി പറയാം, ആർക്കെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നടത്തും നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിനെ പറ്റിയിട്ട്. ദെൻ അജണ്ട ഐറ്റംസ്, അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റിൽ ടോപ്പിക്ക്, ആരാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള ടൈം എത്രയാണ് കൊടുക്കുന്നത്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഇൻഫോം ചെയ്യാനാണോ, ഡിസ്കസ് ചെയ്യാനാണോ, അതോ ഇനി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനി അതർ ബിസിനസ്സസ്, വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു പുതിയ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത്. ദെൻ അഡ്ജേൺമെൻറ്റ്, പിരിച്ചുവിടുക, എന്നിട്ട് അടുത്ത മീറ്റിംഗ് എന്നായിരിക്കും എന്നുള്ളൊരു തീരുമാനം. സോ ഇത് ചെറിയൊരു മീറ്റിംഗ് എൻ്റെ ഒരു റിവ്യൂ കൊടുത്തേക്കുവാണ്. വീക്ക്ലി ടീം മീറ്റിംഗ് 5th November 3 PM. സോ വീക്ക്ലി ഉള്ള സാധനമായതുകൊണ്ട് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിരിക്കും എവിടെ വെച്ചാണ് ഇത് നടക്കുന്നതെന്ന്. ആദ്യത്തെ 5 മിനിറ്റ് റിവ്യൂ ഓഫ് ആക്ഷൻ ഐറ്റംസ്, എന്തൊക്കെയാണ് ഉടനെ പെട്ടെന്ന് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ. ദെൻ പ്രോജക്റ്റ് ആൽഫ അപ്ഡേറ്റ്, ഏതോ ഒരു പ്രോജക്റ്റിൻ്റെ അപ്ഡേറ്റ് 10 മിനിറ്റ്. പിന്നെ ക്യൂ ഫോർ ബജറ്റ്, അതിൻ്റെ ബജറ്റിനെ പറ്റിയിട്ട് സംസാരിക്കണം. പിന്നെ എന്തെങ്കിലും അതർ ബിസിനസ്, ആർക്കെങ്കിലും ഒരു പുതിയ കാര്യം പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ. അജണ്ട വളരെ ബ്രീഫായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. ഇതിന് അടുത്തതാണ് മിനിറ്റ്സ്. Minutes are the formal and official written record of what was discussed and decided in a meeting. They serve as a legal record, a communication tool for absentees, and a reference for action items. സോ അജണ്ട കഴിഞ്ഞ് നമ്മളൊരു മീറ്റിംഗ് നടത്തി, മീറ്റിംഗ് കഴിഞ്ഞു. ഇനി ആ കഴിഞ്ഞ മീറ്റിങ്ങിനെ പറ്റിയിട്ടുണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായി എന്നുള്ളൊരു കാര്യം. ആബ്സെൻ്റ് ആയിരുന്ന, മീറ്റിങ്ങിൽ ഇല്ലാതിരുന്ന ഒരാൾക്ക് പോലും പിന്നീട് മിനിറ്റ്സ് വായിക്കുമ്പോഴത്തേക്കും എന്താണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു അക്കാഡമിക് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന കാര്യമാണ് റെക്കോർഡ്സ് ഫാക്ട്സ് ആൻഡ് ഡിസിഷൻസ്, നോട്ട് പേഴ്സണൽ ഒപ്പീനിയൻസ് ഓർ ഡിബേറ്റ് വെർബാറ്റിം. അവിടെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും വാക്കോട് വാക്ക് അവിടെ എഴുതി വെക്കുകയല്ല, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്നാണ് അവിടെ എഴുതി വയ്ക്കുക. ആരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസും കാര്യങ്ങളൊന്നും അല്ല. ദെൻ ആക്യുറസി മസ്റ്റ് ബി ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്, കൃത്യമായിട്ടായിരിക്കണം, അല്ലാണ്ട് ഇതിൽ മീറ്റിങ്ങിൽ സംഭവിക്കാത്ത ഒരു കാര്യവും മിനിറ്റ്സിൽ എഴുതി വെക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്, ക്ലിയർലി നോട്ട് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ആൻഡ് ബൈ വെൻ. കൃത്യമായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ 30 ദിവസത്തിനകത്ത് ഒരു കാര്യം നടപ്പിലാക്കും എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതി വെക്കണം. ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി, 30 ദിവസത്തിനകത്ത് ഇത് നോക്കണം എന്നുള്ള ചുമതല ആർക്ക് നമ്മൾ ഏൽപ്പിച്ചു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവണം. മിനിറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ വരിക, ആദ്യം കുറേ കാര്യങ്ങൾ അജണ്ട പോലെ തന്നെയാണ് മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. തൊട്ടടുത്ത് വരുന്ന കാര്യം, ആരൊക്കെയാണ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരുന്നവർ, അവരുടെ പേര് മോസ്റ്റ്ലി എഴുതുമ്പോഴത്തേക്കും പേരിൻ്റെ ഒപ്പം തന്നെ സിഗ്നേച്ചർ കൂടി ഇട്ട് പോകാറാണ് പതിവ്. ദെൻ ആബ്സെൻ്റ് ആയിട്ടുള്ളവരെയും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്രൂവൽ ഓഫ് പ്രീവിയസ് മിനിറ്റ്സ്, ഇതിന് മുമ്പേ നടന്ന മിനിറ്റ്സിൻ്റെ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കും.
പിന്നെ അടുത്ത് വരുന്നത് സമ്മറി ഓഫ് ഡിസ്കഷൻ പെർ അജണ്ട ഐറ്റം, ഫോക്കസ് ഓൺ കീ പോയിന്റ്സ് ആൻഡ് ഔട്ട്കംസ്. നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളുമായിട്ട് വന്ന കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. എ ക്ലിയർ ടേബിൾ ഇസ് ബെസ്റ്റ് ആക്ഷൻ ഐറ്റം, റെസ്പോൺസിബിൾ പേഴ്സൺ, ഡെഡ്ലൈൻ. ഇത്രയുമാണ് അടുത്ത് വരുന്നത്. എന്തൊക്കെയാണ് ഇനി ആക്ഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്, അത് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്, ഡെഡ്ലൈൻ എന്നാണ്. സോ ഇപ്പോൾ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കുഴൽ കിണർ കുഴിക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, PTA ഫണ്ടിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ PTA പ്രസിഡൻ്റ് ആയിരിക്കും. എന്താണ് അതിൻ്റെ ഡെഡ്ലൈൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത മീറ്റിങ്ങിന് എന്ന് കൂടും എന്നുള്ളതുകൂടി മെൻഷൻ ചെയ്തിട്ട് അഡ്ജോൺമെൻറ്റ്, ഏത് സമയത്താണ് മീറ്റിംഗ് അവസാനിപ്പിച്ചത് എന്നുള്ളൊരു കാര്യവും നമ്മുടെ മീറ്റിങ്ങിലുണ്ടായിരുന്ന ചെയർപേഴ്സൺ ആരുടെ അധ്യക്ഷതയിലാണ് മീറ്റിംഗ് നടന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഒരു മിനിറ്റ്സിൻ്റെ ഒരു ഉദാഹരണമാണ്. മിനിറ്റ്സ് എന്ന് എഴുതി പ്രോജക്റ്റ് ഫീനിക്സ് വീക്ക്ലി സ്റ്റാറ്റസ് മീറ്റിംഗ്, സമയം ഡേറ്റും സമയവും വെച്ചിട്ടുണ്ട്. ദെൻ മിനിറ്റ്സ് വീക്ക്ലി, ഇവിടെ തൊട്ടടുത്ത് വരേണ്ട കാര്യം അവിടെ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പൻസിൻ്റെ പേരും കാര്യങ്ങളുമാണ്, അതിവിടെ കൊടുത്തിട്ടില്ല. അതിനാണ് ഈ ഒരു സ്പേസ്, ഇവിടെയാണ് നമ്മൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വി ഹാവ് മിനിറ്റ്സ് ഡിസിഷൻസ്, ക്യൂ ഫോർ ലോഞ്ച് ഡേറ്റ്, ഫോർ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അടുത്ത ആക്ഷൻ ഫൈനലൈസ് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, കോണ്ടാക്ട് വെൻഡർ ടോം, ഡ്യൂ 8th November. അപ്പോൾ കോണ്ടാക്ട് വെൻഡറിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ടോമാണ്, അതിൻ്റെ 8ാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ്. ദെൻ ഫൈനലൈസിങ് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, അത് ആർക്കുള്ള ജോലിയാണ്, സാറയ്ക്കുള്ള പണിയാണ്. സാറ അത് 12 നവംബറിനുള്ളിൽ ചെയ്തിരിക്കണം. ഇങ്ങനെ ഡ്യൂ ഡേറ്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മുടെ മിനിറ്റ്സ് അവസാനിക്കുക. ദെൻ വി ഹാവ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് മുതൽ പല ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സും പഠിച്ച് വന്നിട്ടുള്ളതാണ്, അതേ സെയിം തന്നെയാണ്. A report is a structured document that presents information, analysis and recommendations on a specific topic, often based on research or investigation. Its purpose is to inform decision making. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ സംഭവിച്ചതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ്, ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ ഒരു അനാലിസിസ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാവാം, ഇല്ലെങ്കിൽ ഇനി ഒരു പുതിയ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതും ആവാം. ദി പർപ്പസ് ഈസ് ടു ഇൻഫോം ഡിസിഷൻ മേക്കിംഗ്. ഈ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നമ്മളിലേക്ക് എത്തിക്കാനും റിപ്പോർട്ടിന് സാധിക്കും. ഫോളോസ് എ സ്ട്രിക്റ്റ് ലോജിക്കൽ ഫോർമാറ്റ് ടു ഗൈഡ് ദി റീഡർ ഫ്രം പ്രോബ്ലം ടു സൊല്യൂഷൻ. ഒരു റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ആ പ്രശ്നത്തിനെ ഇവരെങ്ങനെ സോൾവ് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കൽ ഓർഡർ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. Then it is evidence based. Conclusions and recommendations must be supported by data and analysis. ഇതിനകത്ത് ഒരു ഡേറ്റയും ഉണ്ടാവും, അതിൻ്റെ ഒരു അനാലിസിസും ഉണ്ടാവണം. ഈ ഡേറ്റ അല്ലെങ്കിൽ അനാലിസിസിൻ്റെ പ്രകാരത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഉണ്ടാവുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റീഡർ ഓറിയൻറ്റഡ് ആയിരിക്കും. ഓഫൻ ഇൻക്ലൂഡ്സ് ആൻ എക്സ്ക്ലൂസീവ് സമ്മറി ഫോർ ബിസി സീനിയർ മാനേജ്മെൻറ്റ്. ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ഒരു പ്രശ്നം അതിനെങ്ങനെ സോൾവ് ചെയ്തു, ഇതെല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ടിനുള്ളിൽ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവണം. ഇതിൻ്റെ ഒരു ഫോമാറ്റായിട്ട് വരിക ടൈറ്റിൽ, ടേബിൾ ഓഫ് കണ്ടൻസ്, ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി. സോ ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് അലോൺ കൺസൈസ് ഓവർവ്യൂ ഓഫ് ദി എൻറ്റയർ പ്രോബ്ലം. പ്രോബ്ലം വേണം, അതിൻ്റെ മെത്തേഡ്സ്, എന്തൊക്കെ വഴിയിലൂടെയാണ് പ്രോബ്ലം വന്നത്, കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഇനി ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള റെക്കമെൻഡേഷൻസ്. അടുത്താണ് സമ്മറി കഴിഞ്ഞെടുത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട്, പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് റിപ്പോർട്ട്, മെത്തേഡ്സ് ഓർ ഫാക്ട്സ്, ഹൗ ദി ഇൻഫർമേഷൻ വാസ് ഗ്യാതേർഡ്. നമ്മുടെ ബിസിനസ്സിനകത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഒട്ടും വിൽപ്പനയില്ല, സെല്ലിങ് ഒട്ടും ഇല്ല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണ്, എന്തുകൊണ്ട് അത് ആരും വാങ്ങുന്നില്ല. കുറച്ച് കസ്റ്റമേഴ്സിനോട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. മറ്റു കുറച്ച് കസ്റ്റമേഴ്സിനോട് നിങ്ങളിത് വാങ്ങിയിട്ട് പിന്നെ എന്തുകൊണ്ട് ഇത് വീണ്ടും വാങ്ങിയില്ല എന്ന് ചോദിക്കാം. ഇനി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരോട് തന്നെ, മാനുഫാക്ചറേഴ്സിനോട് എന്തായിരിക്കാം ഈ പ്രോഡക്റ്റിൻ്റെ പ്രശ്നം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടും കൊടുക്കണം കാര്യം അവിടെ. ദെൻ ഫൈൻഡിങ്സ് ആൻഡ് അനാലിസിസ്, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡേറ്റ. ദിസ് ഈസ് ദി കോർ ഓഫ് ദി റിപ്പോർട്ട്. ഈ കിട്ടിയ ഫൈൻഡിങ്സ് നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് അടുത്ത് നടത്തുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇതാണ്
റിപ്പോർട്ടിൻ്റെ കോർ എന്ന് പറയുന്നത്. ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, എങ്ങനെ ഈ സൊല്യൂഷനിലോട്ട് എത്താൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കൺക്ലൂഷൻ, സമ്മറി ഓഫ് വാട്ട് ദി ഫൈൻഡിങ്സ് മീൻ, കിട്ടിയതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ളൊരു കാര്യം വരും അവിടെ. ദെൻ റെക്കമെൻഡേഷൻ, സ്പെസിഫിക് ആക്ഷണബിൾ പ്രൊപ്പോസൽസ് ബേസ്ഡ് ഓൺ ദി കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ്റെ പ്രകാരത്തിൽ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നന്നാക്കാൻ പറ്റും. സോ മേ ബി പ്രോഡക്റ്റിൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കും ആൾക്കാരത് വാങ്ങാത്തത്. അതായിരിക്കും നമ്മുടെ ഒരു കൺക്ലൂഷൻ. ഇനി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണം, അതിന് ഇന്ന രീതിയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരണം, മേ ബി കുറച്ചുകൂടി പരസ്യം കൊടുക്കണം, പ്രോഡക്റ്റ് നന്നാക്കണം, ഇങ്ങനെ വരുന്നതാണ് റെക്കമെൻഡേഷൻസ്. ദെൻ സപ്പോർട്ടിങ് ഡേറ്റ, ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചു അവരുടെ ഒരു ഇൻ്റർവ്യൂസ് എടുത്ത് വയ്ക്കുന്നതാവട്ടെ, അതിൻ്റെ ഒരു പൈ ചാർട്ട് ആവട്ടെ, ഒരു റോ ഡേറ്റയുടെ ഒരു ടേബിൾ ആവട്ടെ, ഇതെല്ലാമാണ് നമ്മുടെ സപ്പോർട്ടിങ് ഡേറ്റ. ഒരു ചെറിയൊരു ഉദാഹരണം നോക്കിക്കോ. ഇത് ഇത്രയും വളരെ ബ്രീഫായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ബ്രീഫായിട്ടല്ല, നമ്മൾ എഴുതുമ്പോഴേക്കും റിപ്പോർട്ട് കുറച്ചും കൂടി വലുതാക്കി തന്നെ എഴുതേണ്ടി വരും. അതിന് ടൈറ്റിൽ Q3 സെയിൽസ് റിപ്പോർട്ട്, എക്സിക്യൂട്ടീവ് സമ്മറി, സെയിൽസ് ഗ്രൂ ബൈ 10%. സോ റിപ്പോർട്ട്സ് എല്ലായ്പ്പോഴും ഒരു കുറവിനെ പറ്റിയിട്ട് തന്നെ എഴുതണം എന്നില്ല, നല്ല രീതിയിലുള്ള റിപ്പോർട്ട്സും എഴുതാൻ പറ്റും. ഇതങ്ങനെ ഒരു സംഭവമാണ്. ദെൻ ദി റിപ്പോർട്ട് കവേഴ്സ് Q3 പെർഫോമൻസ്. സോ നമ്മളവിടെ വിശദമായിട്ട് ഒരു 4 സെൻറ്റൻസ് എങ്കിലും എടുത്തിട്ട് ഈ റിപ്പോർട്ട് Q3ൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. Q3 എന്ത് പ്രോഡക്റ്റാണ്, എപ്പോൾ ലോഞ്ച് ചെയ്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ വരിക. ദെൻ ഫൈൻഡിങ്സ്, ദി ന്യൂ പ്രോഡക്റ്റ് ലൈൻ ഗ്രോത്ത് ഇൻ റീജിയൻ എ. സോ റീജിയൻ എയിലാണ് വളരെ കൂടുതലായിട്ട് നമുക്കിത് വിൽക്കാൻ പറ്റിയത്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് ഏതൊക്കെ റീജിയനിൽ മോഡറേറ്റ് ആയിട്ട് വിൽക്കാൻ പറ്റി, ഏതൊക്കെ റീജിയനിൽ വിൽപ്പന വളരെ കുറവായിരുന്നു, എന്തൊക്കെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് വിറ്റ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ദെൻ കൺക്ലൂഷൻ, ഗ്രോത്ത് ഈസ് സ്ട്രോങ്. ദെൻ റെക്കമെൻഡേഷൻ, എക്സ്പാൻഡ് ദി ന്യൂ പ്രോഡക്റ്റ് ലൈൻ ടു റീജിയൻ ബി. സോ അതിനർത്ഥം റീജിയൻ ബിയിൽ കുറവായിരുന്നു, നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് റീജിയൻ ബിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി കൂടുതൽ പ്രോഡക്റ്റിൻ്റെ വിൽപ്പനയ്ക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. സോ വിൽ സ്റ്റോപ്പ് ദിസ് വീഡിയോ ഹിയർ. ഇനി അടുത്ത ബിസിനസ് നെഗോഷിയേഷനും ഹൗ ടു ഗെറ്റ് റെഡി ഫോർ ആൻ ഇൻ്റർവ്യൂ എന്നുള്ളതും അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യും. ആ പാർട്ടിൽ നമുക്ക് ബിസിനസ് പേപ്പറിന് ഒരു വൈവ വരുന്നുണ്ട്, അതെങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതും കൂടെ ആ പേപ്പറിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 2 ലെറ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതാൻ പഠിക്കണം. സോ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.